വെൽക്കം ടു ടേസ്റ്റി ക്വീൻസ്. ഇന്ന് ഞാൻ ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പലരും പലതരത്തിലായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ അതിന് നമുക്ക് ആദ്യം സവാള വറുത്ത് കോരിയെടുക്കാം. ബിരിയാണിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് കോരിയെടുക്കാം. ആദ്യത്തെ ചെയ്യേണ്ട പ്രൊസീജിയർ ഇതാണ്. ഈ സവാള ഇങ്ങനെ വറുത്ത് മുരിഞ്ഞ് വരുമ്പോൾ അതേ എണ്ണയിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുക്കാം. അല്ലെങ്കിൽ നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല. ഉള്ളി കരിയാതെ നമ്മൾ നോക്കണം. അപ്പോൾ അതിന് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. ഉള്ളി കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ടു. അത് ഒന്ന് മൂത്ത് അത് വരുമ്പോൾ നമുക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്കിനി ബീഫ് ഉണ്ടാക്കാം. അതിൻ്റെ മസാല റെഡിയാക്കണമല്ലോ. അതിന് ഇഞ്ചി വെളുത്തുള്ളി എടുത്തു. അത് നന്നായിട്ട് ചതയ്ക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചതഞ്ഞ് വരുമ്പോൾ അതിലേക്ക് പെരിഞ്ജീരകം കൂടി ചേർക്കണം. ഇപ്പം ഞാൻ 1.5 കിലോ ബീഫിനുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും കൂടി ചതച്ചിട്ട് പിന്നെ എണ്ണ ചൂടാകുമ്പോൾ പട്ട, കരിയാമ്പൂ, ഏലക്കായ അതൊക്കെ ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും കൂടെ ചേർക്കുക. അതും ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് തക്കാളി, സവാള, പച്ചമുളക് അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഒരു 4 സവാളയും 2 തക്കാളിയും എടുത്തിട്ടുണ്ട്. ഞാനിതിലേക്കൊരു 4 പച്ചമുളകാട്ടോ ചേർത്തത്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഉപ്പും ചേർത്തു. കൂടെ തക്കാളിയും എല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. നന്നായിട്ട് വഴറ്റിയൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് ഇതായിട്ട് മതി. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ബിരിയാണി മസാല പൗഡർ എല്ലാം കൂടെ നമ്മൾ ചേർത്തങ്ങ് നന്നായി ഇളക്കുക. ബിരിയാണി മസാല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഗരം മസാല മാത്രം ചേർത്താലും മതി. ഇത് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കിയ മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞത് ചേർക്കണം. മല്ലിയിലയും പുതിനയിലും കുറച്ചധികം ചേർക്കുന്നത് എനിക്കിഷ്ടമാണ്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ചും കൂടുതലൊക്കെ ആയിട്ട് ചേർക്കുക. അതാകുമ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ വരും. അതിലേക്ക് 1.5 കിലോ എല്ലുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി അതും കൂടെ ഇതിൽ ചേർത്തിട്ട് നമുക്ക് വേവിക്കണം. അതിന് മുൻപ് നമുക്ക് കുറച്ച് തൈര് ചേർക്കണം കേട്ടോ. ഞാനൊരു 2-2.5 സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് ഈ ഉള്ളിയുടെ ഈ മസാലയിലേക്ക്. അതും കൂടെ ചേർത്ത് നല്ലതാകുമ്പോഴാണ് നമ്മൾ അടുത്തതായിട്ട് ബീഫ് ചേർക്കുന്നത്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ബീഫ് നമുക്ക് വേവിച്ചെടുക്കാം. ബിരിയാണിക്ക് ആവശ്യമുള്ള ബീഫ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം. ബിരിയാണി ഗീ റൈസ് പോലെ നമ്മൾ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ആദ്യം നെയ്യ് 2-2.5 സ്പൂൺ നെയ്യ് ചേർത്തിട്ട് അതിൽ പട്ട, കരിയാമ്പൂ, ഏലക്കായൊക്കെ ഇട്ട് ഒന്ന് നെയ്യ് ചൂടാകുമ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് 4 ഗ്ലാസ് അരി ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം വെള്ളം നന്നായി വാർത്തതിന് ശേഷം നമ്മൾ ഈ നെയ്യിലേക്ക് ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളം, ചൂട് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 8 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഡബിൾ വെള്ളം ഞാൻ ചേർക്കാറ്. അങ്ങനെ അത് മൂടി വെച്ച് കറക്റ്റ് വേവായിട്ടുണ്ട്. അരി നല്ല ഇതിൽ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് ലെയറാക്കിയിട്ട് ബിരിയാണി സെറ്റ് ചെയ്യാം.
ബിരിയാണി അങ്ങനെ ഞാൻ ലെയറായിട്ട് സെറ്റ് ചെയ്തു. നല്ല അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ആർട്ടിഫിഷ്യൽ കളറോ എസൻസോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഇനി നിങ്ങൾ വിവിധ തരത്തിലായിരിക്കുമല്ലോ എല്ലാവരും ഉണ്ടാക്കുക. ഞാൻ ഉണ്ടാക്കുന്നത് പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റാണ് ബിരിയാണി. അങ്ങനെ ഞങ്ങൾ പാർക്കിലൊക്കെ പോയി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ച് ബിരിയാണിയൊക്കെ കഴിച്ചു. നിങ്ങളപ്പോൾ എൻ്റെ ബിരിയാണി ട്രൈ ചെയ്യും. ഓക്കെ, വീണ്ടും ഒരു പുതിയ റെസിപ്പിയായി കാണുന്നത് വരേക്കും ബൈ ബൈ.